ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് റൊട്ടി ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഷവർമ ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണ്. ഇതിന് നമുക്ക് ബീഫോ ചിക്കനോ ഒന്നും ആവശ്യമില്ല, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റൊട്ടി അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി, രണ്ടിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള കുബൂസാണ്. അപ്പോൾ കുബൂസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചപ്പാത്തിയാണ് ബാക്കിയുള്ളതെന്നുണ്ടെങ്കിൽ ചപ്പാത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു കുബൂസ് എടുത്ത് വെച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം അത് കൂടുതലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കക്കിരിക്ക, ക്യാരറ്റ്, തക്കാളി എല്ലാം കൂടെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ലെറ്റ്യൂസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെറ്റ്യൂസൊക്കെ എപ്പോഴും എല്ലാവരും വീട്ടിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക, ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് പനീർ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പനീറാണ് ഇതിൽ ചേർക്കുന്നത്. പനീർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, പനീർ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ സോസിൻ്റെ കൂടെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗാർലിക് സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയില്ലാത്ത ഗാർലിക് സോസിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശുദ്ധമായിട്ടുള്ള വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റും കേട്ടോ. മുട്ടയൊന്നും ചേർക്കാത്ത ഗാർലിക് സോസാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള സോസ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ ചില്ലി മയണൈസാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ചില്ലി മയണൈസ് എന്ന് പറഞ്ഞാൽ മയണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ മുളകും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നുള്ളവർ കണ്ടു നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. സോസൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കുക. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മളിത് റോൾ ചെയ്തിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഒരു കുബൂസ് വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നൂഡിൽസിലേക്ക് നൂഡിൽസിൻ്റെ ആ ഒരു സ്പൈസസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലെറ്റ്യൂസ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗാർലിക് സോസ്, അതുപോലെ ചില്ലി മയണൈസ്, അതുപോലെ ടൊമാറ്റോ സോസ് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. പനീറിന് പകരം നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താ പറഞ്ഞാൽ ചിക്കനും ബീഫൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതൊന്ന് റോൾ ചെയ്തിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഷവർമ സാൻഡ്വിച്ചാണ്. അപ്പോൾ രാവിലേക്ക് വേണമെങ്കിലും വൈകുന്നേരത്തിന് വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അതുപോലെ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.